നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. 8 ദിവസത്തെ ഒരു ടൂറിന് പോകുന്നതിനുള്ള തുടക്കമാണ്. 12:20 പുറപ്പെടുന്ന മലേഷ്യൻ വിമാനത്തിൽ കോലാലംപൂർ വഴി ഹോങ്കോങ്ങിലേക്ക് പോകുന്നു. അവിടെ നിന്ന് മംഗോളിയയിൽ നിന്ന് ചൈന. അപ്പോൾ ഹോങ്കോങ്, മംഗോളിയ, ചൈന ഇങ്ങനെ 3 രാജ്യങ്ങൾ കവർ ചെയ്യുന്ന 8 ദിവസത്തെ ടൂറിന് പുറപ്പെടുകയാണ്. ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് സഞ്ചാരം ട്രാവൽസാണ്. സഞ്ചാരം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര നയിക്കുന്ന സഞ്ചാരം ടീമിനൊപ്പമാണ് പോകുന്നത്. ഞങ്ങൾ 39 ആൾക്കാരുണ്ട്, മെമ്പേഴ്സുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ്. 12:20 നേരെ കോലാലംപൂർ വഴി കണക്ഷൻ മലേഷ്യ ട്രെയിനിൽ അവിടെ നിന്ന് ഹോങ്കോങ്ങിൽ നിന്ന് മംഗോളിയ, ഉലാൻ ബത്താർ മംഗോളിയയുടെ തലസ്ഥാനം, അവിടെ നിന്ന് ബെയ്ജിംഗ് ചൈനയുടെ തലസ്ഥാനം. അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള പുറപ്പാടാണ്. വളരെ വിശേഷപ്പെട്ട ഒരു ടൂറാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ പിന്നാലെ പങ്കുവയ്ക്കുന്നതാണ്. ഓക്കെ. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ സഞ്ചാരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചൈന ടൂറാണ്. ഹോങ്കോങ്, മംഗോളിയ, ചൈന 39 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിൽക്കുകയാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നേരെ കോലാലംപൂർ, അവിടെ നിന്ന് കണക്ഷൻ പ്ലെയിനിൽ ഹോങ്കോങ്ങിൽ ഇറങ്ങുന്നു. മലേഷ്യൻ എയർലൈൻസിലാണ് സഞ്ചാരം. അപ്പോൾ 39 എനർജറ്റിക് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ട്. അൽഫോണി ചേച്ചി ഫ്രം പിറവം, റൂംമേറ്റ് സാറാ മാഡം ഉണ്ട്, വിജയകുമാരി മാഡം ഉണ്ട്, പിന്നെ അനിത മാഡം ഉണ്ട്, എറണാകുളം. പിന്നെ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നത്. സഞ്ചാരം ടീം മൊത്തം ഉണ്ട്. അപ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഇനി എല്ലാവരെയും പരിചയപ്പെടുന്നതാണ്. പിന്നെ വിശാലമായിട്ട് ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എക്സലൻ്റായിട്ടുള്ള ഒരു ടൂറാണ്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി പിന്നാലെ വരുന്നതാണ്. അൽഫോണി മാഡം അപ്പുറത്തോട്ട് പോയി, കുഴപ്പമില്ല. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ സഞ്ചാരം ടീമിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചൈന ടൂറാണ്. ആദ്യം നമ്മൾ ഹോങ്കോങ്ങും, പിന്നെ അവിടെ നിന്ന് മംഗോളിയ, പിന്നെ ചൈന. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ്. നമ്മുടെ ടൂർ മാനേജർ ഷിജിൻ സാറാണ്, പ്രഗത്ഭമതിയായ ഷിജിൻ സാറാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. അപ്പോൾ എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് വളരെ പ്രഗത്ഭമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഹലോ, നമസ്കാരം. സാർ, എത്ര മണിക്കാണ് സാർ നമ്മുടെ ഇത് സ്റ്റാർട്ടിങ്? നമുക്ക് 11:40 ആണ് നമ്മുടെ ഫ്ലൈറ്റിന്റെ ഷെഡ്യൂൾഡ് ടൈം. ഓ, ശരി. നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒരല്പം ലേറ്റാന്ന് തോന്നുന്നല്ലേ? ഫ്ലൈറ്റ് ഒരു 10 മിനിറ്റ്സ് ലേറ്റ് പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ സാർ, അപ്പോൾ വിശാലമായിട്ട് പിന്നീട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, ചൈന ടൂറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന 39 പേരാണ്. അപ്പോൾ ബെന്നിച്ചേട്ടനുണ്ട്, സഹധർമ്മിണി ജെസ്സി മാഡം, പിന്നെ അത് ചേച്ചി അൽഫോണി മാഡം. പേര് എൻ്റെ അതേ പേര് അല്ല, ശ്രീകുമാരി ആണ്. ഫ്രം ട്രിവാൻഡ്രംകാരിയാണ് എന്ന് മാത്രമല്ല അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മളെല്ലാം തീറ്റിപ്പോറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവർക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇനിയൊരു 39 അംഗങ്ങളുണ്ട്. ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് പിന്നെ വിശാലമായിട്ട് പരിചയപ്പെടാം. നമ്മൾ പോകുന്നത് ഹോങ്കോങ്ങിലേക്ക് പോകുന്നു, കോലാലംപൂർ വഴി അല്ലേ ബെന്നി ചേട്ടാ? അത് കഴിഞ്ഞ് മംഗോളിയ, അത് കഴിഞ്ഞിട്ട് ബീജിങ്, അങ്ങനെ കറങ്ങി വരും.
പിന്നെ ബെന്നിച്ചേട്ടൻ ഒരു ഈ രംഗത്തെ ഒരു പ്രഗത്ഭനാണ്. ഇനി എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന് മാത്രമേ ചോദിക്കേണ്ടതുള്ളൂ. ഓക്കെ, ബൈ. ഹലോ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ടീം ഹോങ്കോങ്ങിലെത്തിയിട്ടുണ്ട്. ഹോങ്കോങ് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ എന്ന് അറിയപ്പെടുന്ന ഹോങ്കോങ്, അത് പണ്ട് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. ഇപ്പോൾ ചൈനയുടെ അധീനതയിൽ ആണെങ്കിലും അവർക്ക് പൂർണ്ണമായും ഒരു ഓട്ടോണമി നൽകുന്ന ഒരു സംഭവമാണ് 1984 കരാറ് പ്രകാരം ഫുൾ ഓട്ടോണമി ഇല്ല. ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഫുൾ ഓട്ടോണമി നൽകിയിരിക്കുന്നുണ്ട്. ഹോങ്കോങ്ങിലെത്തിയിരിക്കുന്നു 2 മണിക്ക്. വിമാനത്തിന് ചില്ലറ ലാൻഡിംഗ് പ്രോബ്ലം ഉണ്ടായതിനാൽ ഒരു അരമണിക്കൂർ താമസിച്ച് ഒരിക്കൽ ഇറങ്ങി 2ാമത്തെ ശ്രമത്തിലാണ് ലാൻഡിംഗ് സാധിച്ചത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ നിൽക്കുകയാണ്. 39 മെമ്പേഴ്സുണ്ട്. എല്ലാവരും സഞ്ചാരത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എത്തിയതാണ്. നമ്മുടെ ടൂർ മാനേജർ ഷിജിൻ സാർ അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും. ബാക്കി കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്താം. പിന്നെ അത് പേര് മറക്കൂല, നമ്മുടെ പേര് തന്നെ ശ്രീകുമാരി മാഡം. ബാക്കിയുള്ളവരെല്ലാം പരിചയപ്പെട്ടു വരുന്നു. എല്ലാവരെയും അറിയാം. ബെന്നിച്ചേട്ടൻ ആഫ്രിക്കൻ സുഹൃത്ത്. സാർ പ്രഹ്ലാദൻ സാർ. മാഡം പേരെന്നാ? ലിതി, വെറൈറ്റി പേര്. ഹൈദരാബാദ്. ഓക്കെ, ഫ്രം ഹൈദരാബാദ്. കണ്ടോ, അത്രയും ദൂരെ നിന്ന് പോലും ഇതിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം. അപ്പോൾ അതിൻ്റെ ലേഡീസുണ്ട്, ഇനിയും വരാനുണ്ട്, ആൾക്കാരുണ്ട്. പലരും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് പിന്നീട് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ജെസ്സി, മാഡം, അൽഫോണി, മാഡം, എല്ലാവരും മാഡമാണ്. സാറാമ്മ, പിന്നെ ആഫ്രിക്ക ടീമാണ്. അവരെല്ലാം ആഫ്രിക്ക ടീമാണ്. അതാണ്. പിന്നെ ബെന്നി സാറിന് എല്ലാ ടീമിലും ഉണ്ട് ബെന്നി സാറ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഓക്കെ, പ്രിയ സുഹൃത്തുക്കളെ, വിക്ടോറിയ പീക്കിലേക്ക് പോകുന്നതിന് വേണ്ടി ട്രാം കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രാം കാറിൻ്റെ ചരിത്രങ്ങളെല്ലാം അപ്പുറത്ത് ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സഞ്ചാരത്തിൻ്റെ കൂടെ വന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ബെന്നി ചേട്ടൻ, ജെസ്സി മാഡം, സകലമാന സാറമ്മ, അങ്ങനെ ഗ്രൂപ്പ് ഫുള്ളുണ്ട്. എല്ലാവരും കൊണ്ട് ഗംഭീരമായിട്ട് പോവുകയാണ്. അപ്പോൾ 500 മീറ്ററോളം ഉയരമുള്ള വിക്ടോറിയ പീക്കിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പിന്നാലെ പങ്കുവയ്ക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൻ്റെ പോകുന്നതിന് വേണ്ടി നിൽക്കുന്ന ആ 2 സൈഡ് ഭിത്തികളിൽ കാണുന്ന ചിത്രങ്ങൾ കണ്ടോ വീഡിയോ കാണാം. അവിടെ ഒരു പക്ഷി. അപ്പോൾ ഗംഭീര തിരക്കാണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇനി ട്രാം കാർ വരണം, പോകണം എന്ന ഒരൊറ്റ അതിൻ്റെ ഉണ്ടോ മേൽക്കൂര. പിന്നെ ഇരുട്ടായതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി വരും എന്നറിയാൻ മേല. അപ്പോൾ ഇനി വിശേഷങ്ങൾ പിന്നാലെ പങ്കുവയ്ക്കാം. പ്രിയ സുഹൃത്തുക്കളെ, 1984 നടന്ന സീനോ ബ്രിട്ടൻ ചർച്ചയിലൂടെ ഹോങ്കോങ് ചൈനയ്ക്ക് കൈമാറി. എങ്കിലും മിക്ക കാര്യങ്ങളിലും ബട്ടർഫ്ലൈ
ബട്ടർഫ്ലൈ പറക്കുന്ന ചിത്രങ്ങൾ കാണാം. അപ്പോൾ 1 country 2 systems എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ചൈനയുടെ ഭാഗമാണ് എങ്കിൽ പോലും ഭരണത്തിൽ ഒരു നല്ല ശതമാനം ഓട്ടോണമി ഉള്ള അതാണ് ഹോങ്കോങ്. അപ്പോൾ വളരെ പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന ഹോങ്കോങ് വളരെയധികം മുന്നോട്ട് വന്ന് സാമ്പത്തിക തലസ്ഥാനം, സാമ്പത്തിക വാണിജ്യ തലസ്ഥാനം ആയി മാറി. പാമ്പ് ജെസിയുമാണ് കാണിച്ചു തന്നത്. അവർ രണ്ടുപേരും വേഷം മാറി. അപ്പോൾ അങ്ങനെ ഫ്രീ എക്കോണമിയിലൂടെയും എക്കോണമിയിലെ പുതിയ ടാക്സേഷൻ, ലോ ടാക്സേഷനിലൂടെയും വമ്പിച്ച പുരോഗതി നേടിയ നാടാണ് ഹോങ്കോങ്. ഇതൊക്കെ കണ്ടു പഠിക്കാൻ കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ ഇനി എന്ത് പറ്റും എന്ന് ദൈവത്തിനറിയാം. പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ല. വേണ്ട, സുഹൃത്തുക്കളെ, വിക്ടോറിയ പീക്കിലേക്കുള്ള ട്രാം കാർ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അത് നമ്മള് ഏത് മൗണ്ടൻ? അത് നമ്മള് അത് കേപ്പ് ടൗൺ. കേപ്പ് ടൗണിൽ കേബിൾ ടൗണിൽ പോയത് മറ്റേ ഹായ്, ലിതി, പ്രഹ്ലാദൻ സാറ്, അച്യുതൻ സാറ്, രാജേന്ദ്രൻ സാറ്, ഔസേഫ് സാറ്, അല്ല ജോസഫ്, രണ്ടും ഒന്ന് തന്നെ. പിന്നെ നമസ്കാരം. അജിത മാഡം. അപ്പോൾ വിക്ടോറിയ പീക്കിലേക്ക് പോകാനുള്ള കേബിൾ കാർ മന്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എല്ലാവരും വളരെ അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. നമ്മളെ ഗൈഡ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു അവിസ്മരണീയമായ അനുഭവമായിരിക്കുമെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അങ്ങനെ തന്നെയാണ് സംഭവം. നല്ല തിരക്കാണ്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹോങ്കോങ്ങിലെ ആദ്യത്തെ പരിപാടി ടൂറിസവുമായി ബന്ധപ്പെട്ട് ട്രാം കാർ റൈഡ് ടു വിക്ടോറിയ പീക്ക്. അപ്പോൾ ഇതാണ് HK ഹോങ്കോങ് സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ, HKSAR എന്ന് പറയും. സ്വയംഭരണ സ്ഥാപനമായ അവകാശമുള്ള ഫുൾ ഓട്ടോണമി ഇല്ല, ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഓഫ് ഡിഗ്രി ഓഫ് ഓട്ടോണമി ഉള്ള രാജ്യമാണ് ഹോങ്കോങ്. വൺ കൺട്രി എന്ന് വെച്ചാൽ ചൈനയുടെ ഭാഗമാണ്. അതേ അവസരത്തിൽ ഒരു വലിയ ഓട്ടോണമി അവകാശം ഉള്ള രാജ്യം കൂടിയാണ്. അപ്പോൾ വളരെ മനോഹരമായ 200ഓളം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന, അതിൽ 15 ദ്വീപിൽ മാത്രം മനുഷ്യവാസമുള്ള, അതിലേറ്റവും വലിയ ദ്വീപായ ലാൻഡൌവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത് വിക്ടോറിയ പീക്കിലേക്ക്. നമ്മുടെ ഗൈഡ് പോയെന്ന് തോന്നുന്നു. ഉണ്ടാ? ഫസ്റ്റിലുണ്ട്. തുറന്നിരിക്കുന്നു. ആളുകൾ ആകാംക്ഷയോടുകൂടി കയറുന്നു. This side here. How great, Shakir sir. Thank you.
Okay, sitting there. Going to see the view, okay? ഓ അപ്പോൾ ഗൈഡ് പറഞ്ഞിരിക്കുന്നത് വ്യൂ കിട്ടുന്നതിന് വേണ്ടി മുന്നിലേക്ക് ചെന്നിരിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് മുന്നിൽ തന്നെ ഇരിപ്പ് പിടിപ്പിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, ട്രാം കാറിൽ വിക്ടോറിയ പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് ഈ ട്രാം കാറ് ഇങ്ങനെ പിടിച്ച് കയറി പോകുന്നത്. ഇത് എന്തോ ഒരു വളരെ ആധുനികമായ ടെക്നോളജിയാണ്. അപ്പോൾ ഇത് വലിച്ചു കയറ്റുകയാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിലിരുന്നെങ്കിൽ അറിയാമായിരുന്നു അതിൻ്റെ ടെക്നോളജി. അപ്പോൾ ഞങ്ങൾ ബാക്കിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഹോങ്കോങ് എന്ന് പറയുന്ന മനോഹരമായ ദ്വീപിലെ മനോഹരമായ പീക്കിലേക്ക്, വിക്ടോറിയ പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട്. വടമാണ്. ഇപ്പോഴാണ് അതിൻ്റെ ടെക്നോളജി മനസ്സിലായത്. അല്ല, വടം എക്സലന്റ് ടെക്നോളജിയാ. എക്സലന്റ്. അതെ 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 അതെ. ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ യാത്ര ആസ്വദിക്കാൻ ഇത് അങ്ങകലെ കയറിയ സ്ഥലത്ത് കണ്ട ഒരു ബോട്ടൊക്കെ കാണാം നിങ്ങൾക്ക്. അങ്ങോട്ട് പോയി ഇന്ന് എടുക്കാൻ പോകണമെങ്കിൽ അല്ലേ? ആ, അങ്ങ് അകലെ ഹോങ്കോങ്ങിൻ്റെ ഒരു പരിച്ഛേദം കാണാം. അമ്പലചുംബിയായ കെട്ടിടങ്ങൾ, സാമ്പത്തിക വാണിജ്യ തലസ്ഥാനം, ഒരു ചെറിയ ദ്വീപ്. എത്ര വലിയ വളർച്ച ഉണ്ടായി എന്ന് കാണുക. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടവർ കണ്ട് മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. അതാണ് ഹോങ്കോങ്. ഇവർക്ക് ഫുൾ ഓട്ടോണമി കിട്ടിയതിന് ശേഷം അവരുടെ സാമ്പത്തിക നയങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഈ ഹോങ്കോങ്ങിന് ഇത്ര വലിയ വളർച്ച നേടിക്കൊടുത്തത്. ഒന്ന് ഫ്രീ മാർക്കറ്റ്, ഫുൾ ഫ്രീ മാർക്കറ്റ്, സ്ട്രോങ് ഫ്രീ മാർക്കറ്റ്. പിന്നെ ടാക്സ് കുറയ്ക്കുക. ലോ ടാക്സസ് വന്നു കഴിയുമ്പോഴേക്ക് ക്യാപിറ്റൽ ആകർഷിക്കപ്പെടും, ഓൺട്രപ്രണർഷിപ്പ് വരും. നമ്മൾ ഓണർഷിപ്പ് വരട്ടെ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ വരത്തില്ല. ഇത് കണ്ടു ആളുകൾ തിക്കിത്തിരക്കി ഓൺട്രപ്രണർഷിപ്പിന് വേണ്ടി വന്നിരിക്കുന്നു. ക്യാപിറ്റൽ ആയി വരുന്നു. ടാക്സ് വളരെ കുറവ്. അങ്ങനെ ഓരോരുത്തരുടെയും കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അതിസമ്പന്നമാക്കി മാറ്റിയിരിക്കുന്നു. കാണുക, കണ്ടോ? ഇതൊക്കെയാണ് കാണാനുള്ളത്. ഇതൊക്കെ കണ്ട് പഠിക്കണം. അതേ അവസരത്തിൽ നല്ല ക്ലീനാണ്, പ്ലാസ്റ്റിക് ഇല്ല, വൃത്തിയുണ്ട്. നമ്മുടെ അവിടെ ഇത്രയും കെട്ടിടങ്ങളുണ്ടെങ്കിൽ ഈ കായലൊക്കെ ഇങ്ങനെ കിടക്കുമോ? അപ്പോൾ അതാണ് ഹോങ്കോങ്, അതാണ് വിക്ടോറിയ പീക്ക്. ഓക്കെ, ബൈ.